അതെ ഞാനിവിടെ വന്നിട്ട് അവിടെ എന്നോട് മിണ്ടിയില്ലല്ലോ. എന്താ എന്നോടൊന്നും മിണ്ടിയ? ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവൂല്ലോ എന്തെങ്കിലും. നീ എന്തെങ്കിലും കൊസാണ്ടി ഒപ്പിച്ചിട്ടുണ്ടാവും അവളുടെ അടുത്ത്. പിന്നെ ഞാൻ എന്നിട്ട് കൊസാണ്ടി ഒപ്പിക്കണത് നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീ എന്റെ മോളല്ലേ? അത് മാറ്റാൻ കുടുംബത്ത് വന്നിക്കണ ഒരു പെൺകുട്ടിയല്ലേ? അത് വിചാരിച്ചിട്ട് ഞാൻ വരുമ്പോ എന്നോടൊന്നും മിണ്ടിക്കൂടെ? ഞാൻ അവൾ അങ്ങനെ ആഷണി വെക്കുന്ന ഒരു പെൺകുട്ടി ഒന്നല്ലത്. എനിക്കറിഞ്ഞൂടെ? എന്റെ മോൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഇത്രയും വർഷമായില്ലേ? എനിക്കറിയാം അവളെ കുറിച്ച്. അല്ലല്ല, നിന്റെ സ്വഭാവം, നീ മിണ്ടുമ്പോ പിണങ്ങലും അവിടെ അവനായിട്ട് കൃഷ്ണൻകുട്ടിയായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങോട്ട് ബാഗ് എടുത്ത് വരുന്നതാ. നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം. തള്ളൻ എന്താ തള്ളക്ക് കുഴപ്പം? നീ ഇവിടെ ചെയ്യുന്നൊക്കെ ഞാൻ കാണുന്നതല്ലേ? നീ അവിടെ പോര് കാട്ടിയിട്ടുണ്ടാവും ആ തള്ളോട്. ആ തള്ള ഒരു പച്ചപാവം ആണെന്ന് എനിക്കറിയാം. നീ വലിയ വർത്താനൊന്നും പറയണ്ട. അപ്പൊ കല്യാണം വേണ്ടേ? ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ സ്വഭാവം നിനക്കും വന്നാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിച്ച് 2 കുട്ടികളായപ്പോഴാ നിനക്ക് ഈ തോന്നല് അല്ലേ? നീ വേറൊന്നും നോക്കണ്ട. കൃഷ്ണൻകുട്ടി നല്ല ചെറുക്കനാ, അതെനിക്കറിയാം. അവന്റെ കൂടെ 2 മക്കളെ നോക്കി, അമ്മായിമ്മേനെ നോക്കി. ഇപ്പോഴത്തെ ഒരു മോഡലല്ല ആ പേര് തന്നെ കണ്ടില്ലേ, കൃഷ്ണൻകുട്ടി. എന്താ കുഴപ്പം? അതുപോലെ കുട്ടി ഞാൻ കണ്ടിട്ടുള്ള കുട്ടികളില് നമ്മുടെ വീട്ടില് കയറി വന്നിട്ടുള്ള മക്കളും എന്റെ പെൺമക്കളെ കൊടുത്തിട്ടുള്ള മരുമക്കളെയും വെച്ച് നോക്കുമ്പോ കൃഷ്ണൻകുട്ടിയെ പോലെ ഇത്രയും പൊന്ന് പോലത്തെ ഒരു ചെക്കൻ ഒരു മരം എനിക്ക് ഉണ്ടായിട്ടില്ല. ഉള്ള കാര്യം പറയല്ല. നിനക്ക് അവന് വലിയ പ്രയാസം, എനിക്ക് ഒരു കുഴപ്പമായും തോന്നിയില്ല അവനെ കുറിച്ച്. അവൻ ഈ പാടത്തും പറമ്പിലും കൃഷി ചെയ്യുന്ന ആളാണ്, മനസ്സിലായില്ലേ? അതായത് കൊണ്ട് എന്തുണ്ടായി? അവൻ ആ പാടം കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് നീ ഇപ്പൊ സുഖമായിട്ട് സുന്ദരായിട്ട് ജീവിക്കണം. ഗൾഫിലുള്ള ആളുകൾക്ക് ഞാൻ നിന്നെ കെട്ടിച്ചെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്ന് നിൽക്കും, ജോലിയും കളയും, ജോലിയും പോവും ഒക്കെ ആയിട്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. പറഞ്ഞ് നാവെടുത്തില്ല. പെണ്ണിന്റെ കൂടെ സുഖിച്ച് ജീവിക്കാനല്ല എന്റെ ഒരു പെണ്ണിന് സമ്മാനം കൊടുക്കുന്നുണ്ട് ഇവിടെ. ഞാൻ വല്ലപ്പോഴും ഒന്ന് വരും, ഒന്ന് ആ റൂമൊക്കെ ഒന്ന് പരിശോധിക്കും, കാര്യങ്ങൾ സാധനം വാങ്ങിച്ചോളൂ. ഞാനല്ലേ രേണു മോള്, നീ വല്ലപ്പോഴല്ലേ വരുന്നത്? നിന്റെ ആങ്ങളെ ചെക്കനല്ലേ? ഒറ്റ കൊടലിന്ന് വന്നിട്ടുള്ള മക്കളല്ലേ നിങ്ങള്? എന്റെ കല്യാണം കഴിഞ്ഞ അച്ഛൻ പറഞ്ഞല്ലേ അപ്പുറത്തെ 4 ഏക്കർ സ്ഥലം എന്റെ പേരിൽ ചെയ്തതുകൊണ്ട് എനിക്ക് മുമ്പ് ചേച്ചിക്ക് ചെയ്തു കൊടുത്തു. ഞാൻ എത്ര ആഗ്രഹിച്ചു. പിന്നെ ആ കാട്ടുമുക്കുള്ള സ്ഥലം ആർക്ക് വേണം? 4 സെന്റ് അല്ല, 4 ഏക്കർ. അത് 4 ഏക്കർ 4 സെന്റ് ഒക്കെയാണ്. അങ്ങനെയാണല്ലോ ഹൈവേ. അതെന്റെ ഭാഗ്യം കൊണ്ട് ഇപ്പൊ ഹൈവേ വന്നു. മുന്നത് തരിശു ഭൂമിയായിരുന്നു. മക്കള് അച്ഛൻ പറയണ കേക്ക്, അച്ഛൻ പറയണ കേക്ക്. എന്റെ മക്കള് ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന കാണാനാണ് അച്ഛനും ഇഷ്ടം. നിങ്ങൾ ഇണങ്ങാനും പിണങ്ങാനും ഒക്കെ നിന്നാലും ആത്യന്തികമായി എന്റെ മക്കള് ഗംഗാരന്റെ മക്കളാണ്. ആ ഒരു അഭിമാനം എനിക്കുണ്ട്. എനിക്ക് ഹൈവേലത്തെ ഒരു 5 ഏക്കർ കൃഷ്ണൻകുട്ടിക്ക് ഒരു ഭാഗം മുഴുവനും കൃഷിയാ. അത് പോരാണ്ട് പോൾക്ക്. എനിക്ക് 2 പെൺകുട്ടികളാ, അവരെ കെട്ടിച്ചു കൊടുക്കണ്ട, അവരെ പഠിപ്പിക്കണ്ട, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെ അച്ഛൻ കുറച്ചൊക്കെ കരുതി വെച്ചിട്ടുണ്ട് മക്കളുടെ കല്യാണത്തിന്. കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കുന്നത്. എന്നാലും ഇന്നാളും ഞാൻ കേട്ടില്ല അച്ഛൻ കൊടുത്തു. അവള് എത്ര വിദ്യാഭ്യാസമുള്ള കുട്ടിയാ. എന്നിട്ടാണ് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഈ രാവും പകലില്ലാതെ അടുക്കളയിൽ കൃഷി ചെയ്യണത്, മനസ്സിലായില്ലേ? അവൾക്ക് ഒഴിവുള്ള ദിവസം അമ്മയുടെ പിന്നീന്ന് പോവില്ല അവള്. അവള് ജോലിക്ക് പോണേക്കാളും മുന്നേ ഉറപ്പാണ് എടുത്തിട്ട് അവള് പോണത്. അവളെ പോലെ ഒരു പെൺകുട്ടി കിട്ടാൻ എന്റെ മോൻ ഭാഗ്യവാനായതുകൊണ്ടാ. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് എന്റെ മക്കളെല്ലാവരും കൂടി വരിക, അച്ഛൻ്റെ അമ്മേരും കൂടി ഇരുന്ന് ഊണ് കഴിക്കാം. ഇതിനേക്കാളും സന്തോഷം വേറെ ഒന്നുമില്ല. എനിക്ക് അത്രേ വേണ്ടു. അതൊക്കെ അച്ഛൻ മേടിച്ചു. ഈ സ്വഭാവം എന്ന് പറഞ്ഞ